ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്രൈസ് ആക്ഷൻ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നാൽ നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പെടാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ട്രെൻഡ് വേഴ്സ് റേഞ്ച്. ഒരു സക്സസ്ഫുൾ ട്രേഡിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ 100% അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രെൻഡ് എന്താണ് എന്നുള്ളതും റേഞ്ച് മാർക്കറ്റ് എന്താണെന്നുള്ളതും. അതായത് നമുക്ക് പ്രൈസ് ആക്ഷന് 2 ഫേസസ് ആണുള്ളത്. പ്രൈസ് ആക്ഷൻ 2 ഫേസിൽ വരുന്നത് ഒന്ന് ട്രെൻഡും ഒന്ന് റേഞ്ചും. ഈ ട്രെൻഡ് എന്താണ് എന്നുള്ളതും റേഞ്ച് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹൗ ടു ഐഡന്റിഫൈ ട്രെൻഡ്, നമുക്ക് എങ്ങനെയാണ് ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമുക്ക് എങ്ങനെയാണ് ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമുക്കൊരു സ്ട്രാറ്റജി നമുക്ക് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് നമുക്ക് റോങ് ട്രേഡ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇത്ര കാര്യങ്ങൾ മതി പ്രൈസ് ആക്ഷന്റെ ട്രെൻഡ് വേഴ്സ് റേഞ്ച് നമ്മൾ പഠിക്കാൻ. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ട്രെൻഡിന് ട്രെൻഡ് ആൻഡ് റേഞ്ച് മാർക്കറ്റിന് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കവർ ചെയ്ത് പോയാൽ മതി. ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്കറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു ട്രെൻഡിലായിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. സോ എന്താണ് ട്രെൻഡ്, എന്താണ് റേഞ്ച് മാർക്കറ്റ്, ഓക്കെ, അതിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രെൻഡിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു ട്രെൻഡിൽ ഹയർ ഹൈസ് ഉണ്ടായിരിക്കും, ലോവർ ഹൈസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്ട്രോങ് മൊമെന്റം ഒരു വൺ ഡയറക്ഷനിൽ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പ്രൈസ് ഒരു ഗിവൺ ടൈം പീരീഡിൽ, അതായത് ഒരു ഗിവൺ ടൈം പീരീഡിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷണൽ മൂവിലായിരിക്കും ഉണ്ടാവുക. അതിന് പറയുന്ന പേരാണ് ട്രെൻഡ്. അതുപോലെ തന്നെ ട്രെൻഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു ഹയർ ഹൈ ഉണ്ടായിരിക്കും, ഒരു ലോവർ ഹൈ ഉണ്ടായിരിക്കും. മാർക്കറ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു ട്രെൻഡിലാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് ഏർലി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പുൾ ബാക്ക്, എങ്ങനെയാണ് പുൾ ബാക്കിൽ ട്രേഡ് എടുക്കുക ട്രെൻഡിലായിരിക്കുമ്പോൾ, എങ്ങനെയാണ് സെല്ല് ചെയ്യുക ട്രെൻഡിലായിരിക്കുമ്പോൾ, പ്രൈസിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മാർക്കറ്റ് റേഞ്ചിലാവുമ്പോൾ ഈ റേഞ്ച് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബൗൺസ് മാർക്കറ്റ് എന്ന് പറയും. ഒരു ബൗണ്ട് മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഹൈയും എസ്റ്റാബ്ലിഷ്ഡ് ഒരു ലോ മാർക്കറ്റ് ഉണ്ടായിരിക്കും. എസ്റ്റാബ്ലിഷ്ഡ് ഹൈക്ക് പറയുന്ന പേര് റെസിസ്റ്റൻസും എസ്റ്റാബ്ലിഷ്ഡ് ലോയ്ക്ക് പറയുന്ന പേര് സപ്പോർട്ടും ആയിരിക്കും. മാർക്കറ്റ് സഞ്ചരിക്കുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതും റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് എന്താണെന്നുള്ളതും ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്താണ് എന്നുള്ളതും നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിൽ കോമൺ മിസ്റ്റേക്സ്, ട്രൈങ് ടു ട്രേഡ് റേഞ്ച് ലൈക്ക് ട്രെൻഡ്. റേഞ്ച് മാർക്കറ്റ് കാണുമ്പോൾ നമ്മൾ ട്രെൻഡ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ട്രെൻഡിലോട്ട് ട്രേഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ട്രേഡിങ് ഇൻസൈഡ് ട്രെൻഡ്. അതായത് ഒരു ട്രെൻഡിലായിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ സെൽ സൈഡ് ബൈ മാർക്കറ്റിൽ ചിലർ പറയും ഞാൻ ഇന്ന് സെല്ലിലായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ട്രെൻഡ് ബൈയിലായിരിക്കും ഉണ്ടാവുക. ബൈയിലിരിക്കുന്ന സമയത്ത് ആ ട്രേഡർ എന്താ ചെയ്യുന്നത്, അവരൊരു സെൽ സെറ്റപ്പ് ഇങ്ങനെ ഫൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നമുക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ട്രെൻഡും റേഞ്ചും നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 100% ട്രാപ്പ് ചെയ്യപ്പെടും. നമുക്ക് എങ്ങനെയൊക്കെ ഈസി ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. എന്താണ് അതുപോലെ തന്നെ റേഞ്ച് മാർക്കറ്റ് എന്താണെന്നുള്ളത്, റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്താണെന്നുള്ളൂ, മാർക്കറ്റ് ഒരു റേഞ്ചിൽ ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് നടത്തുക എന്നുള്ളതും, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ട്രെൻഡിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് നടത്തുക എന്നുള്ളതും നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിളോടുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഗോൾഡിന്റെ ചാർട്ടാണ്, ഇന്നലെയുള്ള തേഴ്സ്ഡേയിലുള്ള ഒരു ചാർട്ടാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഒരു ട്രെൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇനീഷ്യലി തന്നെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് എപ്പോഴും ഇതൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും മാർക്കറ്റിന്റെ ഹയർ ലോ. മാർക്കറ്റ് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അഗൈൻ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പാറ്റേണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് ഒരു ട്രെൻഡിലാണ് എന്നുള്ളത്. ചില ട്രേഡേഴ്സ് ഉപയോഗിക്കും ചാനൽ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡിംഗ് വീൽ ഒരു ടൂളാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു ട്രെൻഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ചാനൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ചാനലിലായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, സഞ്ചരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഹയർ ലോ ഉണ്ടാക്കി മാർക്കറ്റ്. ഇവിടെ ആണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റേഞ്ചിൽ. ഈ റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. സോ നമുക്ക് ഹയർ ലോ ആണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് ഹയർ ഹൈ ഉണ്ടാക്കി. ഈ ഹയർ ഹൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റിലെ ഈ രണ്ട് പോർഷനിൽ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു ട്രെൻഡിലാണ് എന്നുള്ളത്. മാർക്കറ്റിന് ഈസിലി ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പോർഷൻ. ഈ ഇത്രയുള്ള ഒരു പോർഷനിൽ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു ട്രെൻഡിലാവുകയാണെന്നുള്ളത്. കാരണം ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ട്രെൻഡ് ലൈൻ വരച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കാം. ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹയർ ലോ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെയുള്ള ഈ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പർ സൈഡിലോട്ട് അപ്പർ സൈഡിലോട്ട് നമുക്കൊരു ട്രേഡ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റും. സോ ഈ ഹയർ ഹൈ ബ്രേക്ക് ആവുന്നവരെ നമുക്ക് ആ ടാർഗറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈസി ട്രേഡിംഗ് മെത്തേഡാണ്. നമുക്ക് അധികം സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാതെ തന്നെ ട്രെൻഡിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യപ്പെടാവുന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില ട്രേഡേഴ്സ് ഈ ബൈ മാർക്കറ്റിൽ അവർ സെല്ലിലോട്ട് നിൽക്കും. അതിനേക്കാൾ ഈസിയാണ് ബൈ മാർക്കറ്റിൽ ബൈയിലേക്ക് നിൽക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രൈസ് ആക്ഷൻ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് തരും. കാരണം ക്യാൻഡിൽസിന്റെ മൂവ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രെൻഡിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ചാനൽ വരയ്ക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ട്രെൻഡ് ലൈൻ വരച്ചാലും മതി. ചാനൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഒരു ട്രെൻഡ് ലൈൻ സിമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതുവരെ കാണുന്നുള്ളൂ ട്രെൻഡ് പോകുന്നത്. ആ ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആണിത്. സോ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ട്രെൻഡ് ലൈനും മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഇതുവരെ വന്നിട്ടുണ്ട്. ചാനൽ വരയ്ക്കുമ്പോൾ നമുക്ക് സെല്ലിലോട്ട് ഇരിക്കാനും പറ്റും, സെല്ലിലോട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ചാനൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന്. സോ നമുക്ക് ഓരോ ഹയർ ഹൈ എത്തുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് താഴോട്ട് ഷോർട്ട് പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോർട്ട് പൊസിഷൻ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റിസ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഈ ഒരു റേഞ്ച് വരെ ട്രെൻഡ് ലൈന് വരെ ഒരു 1:2 ടാർഗറ്റ് എന്നുള്ള റേഞ്ചിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതിലും ഈസിയാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബൈ ട്രേഡ് എടുക്കുക. അതുകൊണ്ട് മാർക്കറ്റ് ബൈയിലായിരിക്കുമ്പോൾ ബൈയിലേക്ക് എന്ത് ചെയ്യുക, ട്രെൻഡ് ഈസ് ഫ്രണ്ട് ആണ്. സോ ആ ട്രെൻഡിലോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടേണ്ടത്. ഈ ട്രെൻഡ് മനസ്സിലാക്കാതെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മളൊരു ട്രേഡ് ഇനിഷ്യേറ്റീവ് എടുക്കരുത്. ഒരു ഹയർ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു മിഡിൽ വെച്ചിട്ട് നമ്മൾ ട്രേഡ് എന്ത് ചെയ്യരുത്, എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഒരു ട്രെൻഡ് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോകുള്ളൂ. ഇവിടെ എന്തുണ്ടാക്കി, മാർക്കറ്റ് ട്രെൻഡ് ബ്രേക്ക്ഔട്ട് നടത്തി ഒരു റീടെസ്റ്റ് ചെയ്യാൻ പോയി മാർക്കറ്റ് ബിയറിഷിലോട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാം അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സെൽ മാർക്കറ്റ് ട്രെൻഡ് രണ്ട് രീതിയിലാണ്. ഒരു ബൈ മാർക്കറ്റും ഉണ്ടാവും, ഒരു സെൽ മാർക്കറ്റും ഉണ്ടാവും. സെൽ മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഹയർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റീജിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റീജിയൻ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. എക്സാക്ട്ലി നമുക്കൊരു സ്ട്രക്ചർ മാർക്കറ്റ് തരണം എന്നില്ല. എന്നിരുന്നാലും മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കും ഈ ട്രെൻഡ് ഡൗൺ ആണെന്നുള്ളത്. ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഹെവി പുൾ ബാക്ക് ആണ്. കണ്ടില്ലേ, താഴോട്ടാണ് പുഷ് ചെയ്യുന്നത് മാർക്കറ്റ്. സോ ഇതൊരു ട്രെൻഡിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് പൊസിഷൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഷോർട്ട് പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രെൻഡിന്റെ ഡയറക്ഷനിലോട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ട്രെൻഡ് ഈസ് ഫ്രണ്ട് ഓൾവേസ്. സോ ഹയർ ഹൈ എന്താണെന്നുള്ളതും നമുക്ക് ട്രെൻഡ് ലൈൻ എന്താണെന്നുള്ളതും മാർക്കറ്റിൽ എങ്ങനെ ട്രെൻഡിൽ ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് ആക്ഷൻ
നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് ആക്ഷൻ നമ്മൾ വേൾഡിലുള്ള എല്ലാ പേയേഴ്സിലും, ഓരോ പേയേഴ്സിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. ഗോൾഡ് എന്നുള്ള പെയറിലെ പ്രൈസ് ആക്ഷൻ ആണിത്. ഈ സെയിം പ്രൈസ് ആക്ഷൻ അല്ല നമ്മൾ കറൻസിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ക്രൂഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പ്രൈസ് ആക്ഷൻ ആണ്, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ ഡിഫറെന്റ് പ്രൈസ് ആക്ഷൻ ആണ്. സോ ഈ എല്ലാ പെയറുകളിലും ഡിഫറെന്റ് പ്രൈസ് ആക്ഷൻ രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക, ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കുക. സോ നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റേഞ്ച് മാർക്കറ്റ് എന്താണെന്നുള്ളത്, നമുക്ക് എങ്ങനെയാണ് ട്രെൻഡ് മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് റേഞ്ച് മാർക്കറ്റും റേഞ്ച് ബ്രേക്ക്ഔട്ട് മാർക്കറ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഗോൾഡിന്റെ ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സി ഈ ഒരു റീജിയൻ, ഫോർ എക്സാമ്പിൾ ഈ ഒരു റീജിയൻ ഒരു ട്രെൻഡ് കഴിഞ്ഞു മാർക്കറ്റിൽ. ഒരു ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ സ്ക്വയർ ബോക്സ്, അതായത് റെക്ടാങ്കിൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതുവരെ നമ്മൾ മാർക്കറ്റ് കാണുന്നുള്ളൂ. എങ്ങനെയാണ് ഒരു റേഞ്ച് മാർക്കറ്റിനെ ഈസിലി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നത് ടൈമിനനുസരിച്ചിട്ട് പ്രൈസ് ഒരു ഗിവൺ ടൈം പീരീഡിൽ പ്രൈസ് മൂവ് ചെയ്തിട്ടില്ല. കാരണം 1 2 3 4 1 മിനിറ്റ് ക്യാൻഡിൽ 1 2 3 4 എന്നുള്ള ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് വന്ന് മാർക്കറ്റ് തിരിച്ചു കയറി. മാർക്കറ്റ് ഇതൊരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് കളിക്കുന്നത്. നമുക്കിത് ട്രെൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ മാർക്കറ്റിനെ വാച്ച് ചെയ്യാം, മാർക്കറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മാർക്കറ്റ് താഴെ വന്നു, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറി, എഗൈൻ ഈ റേഞ്ചിലോട്ട് പോയി. ഇതൊരു ട്രെൻഡ് ആണോ? അല്ല. കാരണം ഹയർ ഹൈ ഇല്ല, ലോവർ ഹൈ ഇല്ല, ലോവർ ലോസ് ഇല്ല, ഹയർ ലോസ് ഇല്ല. മാർക്കറ്റ് എഗൈൻ ഇവിടെ വന്നു, മാർക്കറ്റ് എഗൈൻ വന്ന് ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്, മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, റെക്ടാങ്കിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. സി പ്രൈസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഏറ്റവും ഈസി മെത്തേഡാണത്. കാരണം റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഇത് ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്ന് പറയും. നമ്മൾ വിചാരിക്കും ഈ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്നുള്ളത്. മാർക്കറ്റ് എന്താ ചെയ്തത്, മാർക്കറ്റ് ആ റേഞ്ചിലോട്ട് തന്നെ മാർക്കറ്റ് ഇറങ്ങി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേക്ക് ബ്രേക്ക്ഔട്ട് ഈ ഗോൾഡിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. സോ ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട്. ബയറെ ട്രാപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെല്ലിംഗ് ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബൈയിങ് ട്രാപ്പ് ആണത്. സോ സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ചെയ്യും. കാരണം ഈ 1 2 3 4 ഈ 3 റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, ബ്രേക്ക്ഔട്ട് ആണ്, താഴോട്ട് പോകണമെന്ന് വിചാരിക്കും. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ച് സ്ട്രോങ് ക്യാൻഡിൽ എന്തുണ്ടാക്കി, മുകളിലോട്ട് പുഷ് ചെയ്തു. ഇത്തരം സ്ട്രോങ് ക്യാൻഡിൽ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സെല്ലേഴ്സിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് സെറ്റപ്പ് എങ്ങോട്ട് എടുക്കാം, ഒരു ലോങ് പൊസിഷനിലോട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ ഹൈറ്റ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. സോ ഇതിനെ തൊട്ട് താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ്. റേഞ്ചിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെല്ലറാണ് പിന്നെയും ഡോമിനേറ്റ് ചെയ്യുന്നത്. അഗൈൻ സെൽ സെൽ സെൽ, മാർക്കറ്റിന് ഒരു ട്രെൻഡ് കിട്ടിയിട്ടില്ല. സോ അഗൈൻ പോവുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാം അഗൈൻ സെൽ സെൽ സെൽ. സോ മാർക്കറ്റിൽ നമുക്ക് എന്ത് പറ്റി, ഒരു ഷോർട്ട് പൊസിഷൻ ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ റേഞ്ചിൽ ട്രേഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള ഈസിലി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ്. സോ ഏത് വരെ നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാം, ഈ ലോവർ റേഞ്ച് വരെ നമുക്ക് ചെയ്യാം, ഇവിടുത്തെ SL എടുക്കുന്നവരെ. സോ ഒരു 1:2 ടാർഗറ്റ് കിട്ടാൻ റേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസിയാണ്. അഗൈൻ സെയിം സിനാരിയോ റിപ്പീറ്റഡ്. സി അഗൈൻ നമുക്ക് എന്ത് ചെയ്ത്, ഒരു റേഞ്ചിൽ വന്നു, റേഞ്ചിൽ പ്രൈസ് ഹോൾട്ട് ആയി. ഈ പ്രൈസ് ഹോൾട്ട് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് ഒരു റിവേഴ്സ് ട്രേഡ്, ഒരു ഷോർട്ട് പൊസിഷൻ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, സി ഈ ഒരു വേലാണ് മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, പ്രൈസിനെ ഐഡന്റിഫൈ ചെയ്യുക റേഞ്ച് മാർക്കറ്റ് ആണെന്നുള്ളത്. ഇപ്പൊ റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്താണെന്ന് നമ്മൾ നോക്കി, ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്താണെന്ന് നമ്മൾ നോക്കി, അതുകൂടാതെ ട്രെൻഡ് മാർക്കറ്റ് എന്താണെന്ന് നോക്കി, അതിൽ എങ്ങനെയാണ് നമുക്കൊരു ബൈ പൊസിഷനും സെൽ പൊസിഷനും എടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, സോ നമുക്ക് അഡ്വാൻസ് പ്രൈസ് ആക്ഷനിൽ റിയൽ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളൂ, അതുപോലെ തന്നെ പ്രൈസ് ഡിഫറെന്റ് പേയേഴ്സിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുക എന്നുള്ളത് നമുക്കൊരു ഡീറ്റെയിൽ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ സീരീസിന്റെ 4th എപ്പിസോഡ് ആയിട്ടുള്ള റേഞ്ച് ആൻഡ്
ട്രെൻഡ്. ഓക്കെ, സോ ഇത് വെൽ ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനർ ട്രേഡേഴ്സിനെ, എസ്പെഷ്യലി ട്രേഡിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡേഴ്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു.